യുക്രൈനിൽ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. കർണാടക സ്വദേശി നവീൻ ശേഖരപ്പയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ ഹർക്കീവിൽ ഭക്ഷണം വാങ്ങാൻ കടയിൽ പോയപ്പോഴായിരുന്നു ഷെല്ലാക്രമണം. 4ാം വർഷ MBBS വിദ്യാർത്ഥിയായ നവീൻ കർണാടക ഹവേരി ജില്ലയിലെ ചാലഗേരി സ്വദേശിയാണ്. മരണവിവരം കുടുംബാംഗങ്ങളെ അറിയിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യക്കാർ ഇന്ന് തന്നെ കീവ് വിടാൻ എംബസി അടിയന്തര നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, വലിയ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തുവരുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥി യുക്രൈനിൽ കൊല്ലപ്പെട്ടു എന്നതാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹർക്കീവിൽ വലിയൊരു സ്ഫോടനമുണ്ടായിരുന്നു. ആ സ്ഫോടനത്തിലാണോ ഈ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുന്നത്? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വതി, മണിക്കൂറുകളായി വാർത്ത ഇത്തരത്തിൽ പുറത്തു വന്നിരുന്നുവെങ്കിലും അതിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം ഏറെ വേദനയോടെ ഉൾക്കൊണ്ടിരുന്ന ഒരു വാർത്ത അതിൽ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. യുക്രൈനിൽ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്നുള്ളത്. കർണാടക ഹവേരി സ്വദേശി നവീൻ ST ആണ് കൊല്ലപ്പെട്ടത്. 22 വയസ്സായിരുന്നു. വിദേശകാര്യ മന്ത്രാലയം ആണ് ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഖർവീക്കിൽ ഷെല്ലാക്രമണം ഉണ്ടായത്. 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന നവീൻ രാവിലെ സാധനങ്ങൾ വാങ്ങുന്നതിനായി കടയിൽ പോയതായിരുന്നു. ഈ സമയം എന്നത് യുക്രൈൻ സൈന്യം തന്നെ അനുവദിച്ചിരുന്ന സമയമാണ്. അതായത് പല പ്രദേശങ്ങളിലും യുക്രൈൻ സൈന്യം അലർട്ട് കൊടുക്കുകയും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന സമയം യുക്രൈൻ സൈന്യം തന്നെ അറിയിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കപ്പെട്ട സമയത്തായിരുന്നു നവീൻ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങുന്നതിനായി കടയിൽ പോയത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ആ സമയത്താണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഷെല്ലാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബഗ്ചി ട്വിറ്ററിൽ കുറിച്ചിട്ടുള്ളത്. എന്നാൽ പേര് വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നില്ല. ഈ കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും മാത്രമാണ് ബഗ്ചിയുടെ ട്വിറ്ററിൽ ഉള്ളത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ഏറെ ദുഃഖകരമായ ഒന്ന്. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോഴും യുക്രൈനിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരന് പോലും പരിക്കേൽക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്തും ഓപ്പറേഷൻ ഗംഗ ഏറ്റവും ഊർജിതമായി ഓരോ ഇന്ത്യക്കാരനെയും തിരികെ എത്തിക്കുന്നതിനു വേണ്ടി അശാന്ത പരിശ്രമം നടത്തുന്നതിനും ഇടയിലാണ് ഇത്തരത്തിൽ ഒരു ദുഃഖവാർത്തയിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. യുക്രൈനിലെ ഷെല്ലാക്രമണത്തിൽ ആണ് നവീൻ ST എന്ന വിദ്യാർത്ഥി 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഈ നവീന്റെ കുടുംബവുമായി വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തി കുടുംബത്തെ ആണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണം അറിയിച്ചത്. ഏറെ വൈകാരികമായ നിമിഷങ്ങൾ ആണ് കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം. കാരണം മെഡിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നവീൻ ഒരു ഡോക്ടറായി തിരികെ എത്തുന്നത് കാത്തിരുന്ന കുടുംബത്തിലേക്കാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിതമായ, ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഈ ഒരു ദുഃഖവാർത്ത, ദുരന്ത വാർത്ത എത്തുന്നത്. യുദ്ധത്തെക്കുറിച്ചൊക്കെയുള്ള സംഘർഷങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്രമേൽ ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തും എന്ന് കുടുംബവും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പ്രാഥമികമായ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോഴും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർ യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ ആശങ്കയും അവരുടെ കുടുംബാംഗങ്ങളുടെ ആശങ്കയും വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട്. മാത്രവുമല്ല, കീവിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അന്ത്യശാസനം എന്ന നിലയിൽ തന്നെ ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നലെയായിരുന്നു കീവിൽ കർഫ്യൂ പിൻവലിച്ചത്. അതിനുശേഷം ഗതാഗത സംവിധാനങ്ങൾ, ട്രെയിൻ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചിരുന്ന ഘട്ടത്തിൽ കഴിയുന്നത്ര ആളുകൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് യാത്ര ചെയ്ത അതിർത്തിയിലേക്ക് എത്തണം എന്നും ആവശ്യപ്പെട്ടിരുന്നു. മണിക്കൂറുകളുടെ യാത്രയുണ്ട് ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക്. അങ്ങനെ എത്താൻ പറ്റാത്തവർ അടിയന്തരമായി, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കർഫ്യൂ പിൻവലിച്ച സമയത്ത് ഏതാണ്ട് 2000-ൽ-അധികം വിദ്യാർത്ഥികൾ കീവ് നഗരം വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി മലയാളികൾ ഉൾപ്പെടെ ഉള്ളവർ. അങ്ങനെ കീവ് നഗരത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ അവശേഷിക്കുന്നവരും നിർബന്ധമായും കീവ് നഗരത്തിൽ നിന്ന് മാറണം, മറ്റെവിടേക്കെങ്കിലും പിന്മാറണം എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്നലെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് മാറി അതിർത്തി കടക്കണം എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് സാധിക്കാത്തവർ കീവിൽ തുടരരുത്, കീവിൽ നിന്ന് മാറണം എന്ന ഒരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ദുരന്ത വാർത്ത എത്തുന്നത്. മാത്രവുമല്ല, ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഇന്ത്യൻ
വ്യോമസേനയുടെ വിമാനങ്ങൾ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നത്ര ആളുകളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ യുക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് പുറപ്പെടുകയും അവിടെ നിന്നുകൊണ്ട് നേരിട്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. തീർച്ചയായും വളരെ പെട്ടെന്ന് ഓരോ ഇന്ത്യക്കാരനെയും തിരികെ എത്തിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ശരി, തീർച്ചയായും അഭിലാഷ്, ആ നീക്കങ്ങളിലേക്ക് ഇന്ത്യയുടെ ഇനിയുള്ള ഏത് രീതിയിലാണ് അവിടെ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള നീക്കങ്ങളിലേക്കൊക്കെ നമുക്ക് വിശദമായി വരണം. ഞാൻ അഭിലാഷിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ വാർ ഡെസ്കിൽ നിന്നും ഗോപിക സുരേഷും ജോയ് നായരും ചേരുന്നു. ആദ്യം ഗോപികയിലേക്ക്. ഗോപിക, എന്താണോ നമ്മൾ റിപ്പോർട്ട് ചെയ്യരുത്, ഇങ്ങനെ ഒരു വാർത്ത വരരുത് എന്ന് ആഗ്രഹിച്ചത്, അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോഴും കീവിലും ഹർക്കീവിലും ഒക്കെയായി ബങ്കറുകളിൽ കഴിയുന്നത്. അവരിൽ ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്താണ് ആ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന പ്രതികരണങ്ങൾ? അശ്വതി, ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി യുക്രൈനിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം അവിടെ കഴിയുന്ന മറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, മറ്റ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, മറ്റ് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന, അവരുടെ ആത്മവിശ്വാസം ചോരുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഗോപിക, ഞാൻ ഈ ഒരു ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായി പോകേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനായി പുറത്തു പോയപ്പോഴാണ് നവീൻ ശേഖരപ്പ കൊല്ലപ്പെട്ടതെന്ന് കർണാടക ദുരന്ത നിവാരണ അതോറിറ്റി കമ്മീഷണർ മനോജ് രാജൻ അറിയിച്ചു. ഹർക്കീവിൽ ഷെല്ലാക്രമണത്തിലായിരുന്നു മരണം. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്നും എന്നാൽ യുദ്ധം തുടരുന്നതിനാൽ ഒന്നും പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. Immediately we confirmed. I could speak to his father also. I spoke to the MEA. And as you said rightly, the Ministry of External Affairs has confirmed. Our Chief Secretary has spoken to the Foreign Secretary, confirming the unfortunate death of Naveen Shekharappa Gyanagoudar. It's a very unfortunate situation. When I also spoke to the friend of Naveen who was with him yesterday night, he says that Naveen just left to a nearby store which was 100 meters away to buy some provisions when this incident happened, and after some time this boy Srikanth gets a phone call from Naveen's phone by some local official saying that so-and-so person has died in this thing. So this is the update which I have at this point of time, and I would also once again request the students there to please be in close coordination with the embassy, follow the advisories of the embassy, because situation is too dynamic, volatile, it is changing, and first be safe is what I would suggest at this point of time. യുക്രൈനിൽ കൊല്ലപ്പെട്ട നവീന്റെ സഹോദരൻ ശിവകുമാറുമായി വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. Sir, I am Naveen Gyanagoudar brother, sir, cousin brother. Just now we received is no more now in air clash. Yes, not in air crash. There was a shelling taking place. He was outside buying grocery. Sir. He was out buying some groceries and there was some shelling taking place at that point of time. Unfortunately, he succumbed to that in that. Yes, sir. Possible to hand over our body, sir? We have kept the body in the morgue presently. If we will be making all out efforts to preserve it and take it out whenever it is possible. The student contractor has identified, his friends have identified, and therefore we are really sorry to confirm that. വളരെ ദുഃഖകരമായ വാർത്തയാണ്. ഗോപിക സുരേഷ് വാർ ഡെസ്കിൽ നിന്നും തുടരുന്നുണ്ട്. ഗോപികയ്ക്ക് തുടരാം. അശ്വതി, ഏറ്റവും ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയുള്ള കുട്ടികൾ കടന്നു പോകുന്നത്, ഇവിടെയുള്ള മാതാപിതാക്കൾ കടന്നു പോകുന്നത്. ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യം. ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ബങ്കറുകളിലും മറ്റും മെട്രോയുടെ സ്റ്റേഷനുകളിലും മറ്റും തുടരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മവിശ്വാസം ചോരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ മുതൽ നമ്മൾ ഖാർക്കീവിലും മറ്റുമുള്ള കുട്ടികളുമായി തുടർച്ചയായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ വരെയുള്ള സാഹചര്യം അല്ല ഇന്ന്. പല കുട്ടികളുടെയും ഫോണിന്റെ നെറ്റ്വർക്ക് പോകുന്ന സാഹചര്യം, ഫോൺ ചാർജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇത്തരത്തിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടാണ് അവർ ബങ്കറുകൾക്കുള്ളിൽ കഴിയുന്നത്. അവരുടെ ഒരു സുഹൃത്ത്, സഹപാഠി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അവരോട് കോൺട്രാക്ടർമാരും ഏജന്റുമാരും ഒക്കെ തന്നെ പറയുന്നത് നിലവിൽ നിങ്ങൾ ബങ്കറുകളിൽ തന്നെ തുടരുക, ഒരു തരത്തിലുള്ള യാത്രാ മാർഗവുമില്ല. നമുക്കറിയാം റഷ്യയോട് ഏറ്റവും
അതിർത്തി ചേർന്ന് കിടക്കുന്ന പ്രദേശമായ സുമി, ഒപ്പം തന്നെ ഖാർക്കീവ് മേഖലകളിലെ കുട്ടികളാണ് ഇപ്പോഴും ബങ്കറുകളിൽ തുടരുന്നത്. അവരോട് ബങ്കറുകളിൽ തന്നെ തുടരാനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലും എംബസി നൽകുന്ന നിർദ്ദേശം. ഇന്ന് കീവിന്റെ ഏറ്റവും അടുത്ത പ്രദേശത്തേക്ക് വരെ റഷ്യൻ സേന കടന്നു കയറിയ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളോടൊക്കെ തന്നെ ഇന്ന് തന്നെ കീവ് വിടണം എന്ന് എംബസി നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നലെ കീവിൽ കർഫ്യൂ ഒഴിവാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ കീവ് വിടണം എന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയതനുസരിച്ച് ഏതാണ്ട് 1000-ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ നമുക്ക് അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് കേരളത്തിന്റെ സ്പെഷ്യൽ ചാർജുള്ള വേണു രാജാമണി അല്പസമയം മുൻപ് നമ്മുടെ ടെലിയിലടക്കം വന്ന് സംസാരിച്ചത്. 1000-ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ കീവിൽ നിന്ന് അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും കീവിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ബാക്കിയുണ്ട്. അവരെ കൂടി രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമമാണ്. കേന്ദ്രത്തിന് മേൽ പരമാവധി സമ്മർദ്ദം അവർ ചെലുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഈസ്റ്റേൺ റീജിയൻ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഏറ്റവും അതിർത്തി ചേർന്ന് കിടക്കുന്ന പ്രദേശം, അവിടെയുള്ള കുട്ടികളെ വെസ്റ്റേൺ റീജിയണിലേക്ക്, ഈസ്റ്റേൺ റീജിയൻ ഖാർക്കീവ്, സുമി തുടങ്ങിയ പ്രദേശങ്ങളിലെ കുട്ടികൾ ബങ്കറിനുള്ളിൽ തന്നെ തുടരാനാണ് എംബസി ഏറ്റവും ഒടുവിൽ നൽകുന്ന നിർദ്ദേശം. അവർ ആശങ്കയിലാണ്. യുദ്ധം തുടങ്ങി 6-ാം ദിവസമാണ്. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. ആ തരത്തിൽ ബങ്കറുകളിൽ ഇനി എങ്ങനെ തുടരണം? പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതാണ് അവസ്ഥ. ഷെല്ലാക്രമണത്തിലും മറ്റും സുഹൃത്ത് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ അവരെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശങ്കാജനകമായ സാഹചര്യമാണ്. പക്ഷേ ഇന്ത്യൻ എംബസി എല്ലാ തരത്തിലുള്ള, ഇപ്പോൾ നമുക്കറിയാം വ്യോമസേനയുടെ C-17 എയർക്രാഫ്റ്റ് അടക്കം എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുക്രൈൻ എന്ന രാജ്യത്തിനുള്ളിലാണ് ഈ തരത്തിലുള്ള വെല്ലുവിളികൾ ഇന്ത്യൻ എംബസി നേരിടുന്നത്. ഏറ്റവും വലിയ പ്രതിസന്ധിയും അവിടെയാണ്. ഈ അതിർത്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ളത് വലിയ ദുഷ്കരമായ ഒരു കാര്യമല്ല. അതിർത്തിയിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ എത്തുന്നവരുടെ കണക്കനുസരിച്ച് കൃത്യമായി വിമാനങ്ങൾ അയക്കുന്നുമുണ്ട് ഇന്ത്യ. പക്ഷേ എംബസി ഈ കീവ് ഇന്ത്യക്കാർ ഇന്ന് തന്നെ വിടണം എന്ന് പറയുമ്പോഴും സ്വയമേ അവരെങ്ങനെ അവിടെ നിന്നും അതിർത്തിയിലേക്ക് എത്തും എന്ന ആശങ്ക അവർ ഇപ്പോഴും പങ്കുവെക്കുകയല്ലേ? അശ്വതി, ഇപ്പോൾ കീവിൽ നിന്ന് ഏതാണ്ട് 1000-ഓളം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ, ഏതാണ്ട് 600-ഓളം വരുന്ന മലയാളി വിദ്യാർത്ഥികളെ അടക്കം നമുക്ക് അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കാനും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കാനും സാധിച്ചിട്ടുണ്ട്. കീവിൽ ഇനി വളരെ കുറച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ. നിലവിൽ ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നത് ഈ സുമി, ഖാർക്കീവ് മേഖലകളിലാണ്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ. കീവൊക്കെ ഒരു മെഡിക്കൽ ഹബ്ബാണ്. ഈ സുമി നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഖാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ ഉള്ളത്. ഇവിടങ്ങളിൽ ഇപ്പോഴും 6-ാം ദിവസവും ബങ്കറുകളിൽ തുടരുകയാണ്. ഈ ഭാഗത്തു നിന്നുള്ള കുട്ടികളുടെ മൂവ്മെന്റ് സംബന്ധിച്ച് എംബസി കൃത്യമായ വിവരങ്ങൾ ഒന്നും ഇവർക്ക് നൽകുന്നില്ല. ബങ്കറുകളിൽ തന്നെ തുടരാനാണ് ഇവിടെ ഖാർക്കീവിലും സുമിയിലുമുള്ള കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടേണ്ടത് ഈ ഭാഗങ്ങളിൽ ബങ്കറുകളിൽ കഴിയുന്ന കുട്ടികളുടെ അവസ്ഥ ആലോചിച്ചാണ്. അവരെ എത്രയും വേഗം ഈ കീവ് പോലെയുള്ള മേഖലകളിലേക്ക് എത്തിച്ച്, ലിവോവ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ച് നമ്മുടെ അതിർത്തി മേഖലകളായ പോളണ്ട്, സ്ലോവാക്യ, ഹംഗറി, റൊമേനിയ, മോൾഡോവ തുടങ്ങിയ രാജ്യങ്ങൾ വഴി നമ്മുടെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമാക്കുക, അവരെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ എംബസിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി. അതുതന്നെയാണ് അവർ രാപ്പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കീവിൽ നിന്ന് മാത്രം ഇന്നലെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥി സംഘത്തെയാണ് നമുക്ക് അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ ഓഫീസറായ വേണു രാജാമണി പറയുന്നതനുസരിച്ച് കേന്ദ്രത്തിന് മേൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണ് നമ്മുടെ വിദ്യാർത്ഥികളെ, മലയാളികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള സമ്മർദ്ദമാണ് അവർ ചെലുത്തുന്നത്. ആ തരത്തിലാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. മറുവശത്ത് കുട്ടികളാണ് ബങ്കറിൽ ഇതുവരെ താമസിച്ചിട്ടില്ലാത്ത കുട്ടികളാണ്. അവർക്ക് ആശങ്കയുണ്ടാകും, ഭക്ഷണമില്ലാത്തതിന്റെ ആശങ്കയുണ്ടാകും. അതാണ് മറുവശത്ത് കുട്ടികൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ എംബസി ഉദ്യോഗസ്ഥർ രാപ്പകലില്ലാതെയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ അതിർത്തി മേഖലകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വ്യോമസേനയുടെ C-17 എയർക്രാഫ്റ്റ് അടക്കം അതിർത്തി മേഖലകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, നമ്മുടെ മന്ത്രിമാരടക്കം ഏകോപന ചുമതലയ്ക്ക് അതിർത്തി മേഖലകളിലേക്ക് തിരിച്ച ഒരു സാഹചര്യം ഒക്കെ തന്നെയുണ്ട്. കൃത്യമായ ഏകോപനത്തിലൂടെ ഈ ഏറ്റവും സ്ഫോടനം നടക്കുന്ന, ഏറ്റവും അപകടകരമായ സാഹചര്യത്തിൽ കഴിയുന്ന നമ്മുടെ കുട്ടികളെ എത്രയും വേഗം തന്നെ അതിർത്തിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് എംബസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശരി ഗോപിക, ഞാൻ ജോയ് നായരിലേക്ക് പോവുകയാണ്. ജോയ്,
ജോയ്, കീവ് പിടിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് റഷ്യ. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 ദിവസവുമായി. 64 കിലോമീറ്റർ നീളത്തിൽ ഇത്തരത്തിൽ റഷ്യൻ സൈന്യം മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവമായ ഒരു ആക്രമണം തന്നെയാണ്. ഈ റഷ്യയുടെ നിലവിലത്തെ നീക്കത്തെ അതെങ്ങനെ വിലയിരുത്താം നമുക്ക്? അശ്വതി, കഴിഞ്ഞ മണിക്കൂറുകൾ അശ്വതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കഴിഞ്ഞ 3 ദിവസമായി ആക്രമണത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രത്യേകിച്ചും യുക്രൈൻ്റെ അതിർത്തിയിലൂടെ കടന്നു കയറി വലിയ തോതിലുള്ള ആക്രമണം റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ കീവ് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് റഷ്യൻ സേനയുടെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം 20 കിലോമീറ്ററോളം അകലെയാണ് ഇപ്പോൾ റഷ്യൻ സൈന്യമുള്ളത്. അവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 64 കിലോമീറ്ററോളം നീളമുള്ള ഒരു സേന ആണ്, ആ ഒരു സേനാ വിന്യാസമാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ ഒരു ഇന്ന് ഈ കടന്നുകയറ്റം അവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഇത്തരം പ്രഹസനങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. അവിടെ എങ്ങനെ ഇടപെടണമെങ്കിൽ ഒരുപക്ഷെ ഇനി റഷ്യ കീഴടക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒന്നില്ലെങ്കിൽ കീഴടങ്ങി കൊടുക്കാം. യുക്രൈന് നിരുപാധികം കീഴടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ചോരപ്പുഴ ഒഴുകുന്നത് നിർത്താം. അല്ലെങ്കിൽ അമേരിക്കയോ യൂറോപ്യൻ യൂണിയനോ ഇടപെടണം. ഇത് രണ്ടും നടക്കാത്തിടത്തോളം ഇത് സാധാരണക്കാരെയാണ് ബാധിക്കുക. ഇപ്പോൾ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ മരിക്കുന്ന ഒരു സ്ഥിതി, ഇത്ര ദയനീയമായ ഇത്ര ഒരു വലിയൊരു അവസ്ഥ ഉണ്ടാകുന്ന സ്ഥിതിയുടെ കാരണം ഒരുപക്ഷെ ഈ ഐക്യരാഷ്ട്ര സംഘടനയ്ക്കൊന്നും ഫലപ്രദമായി ഇടപെടാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും അനൂപ് ചൂണ്ടിക്കാട്ടിയതുപോലെ പല ഭാഗത്തും ഇത്തരം ചർച്ചകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നു. പക്ഷേ ആ ചർച്ചകളും കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും അതിഭീകരമായ സൈനിക നീക്കങ്ങൾ നടക്കുന്നു. നിരവധി മരണങ്ങളുണ്ടാകുന്നു, വലിയ തോതിൽ കെട്ടിടങ്ങൾ നശിക്കുന്നു, ആശുപത്രികൾ നശിക്കുന്നു. അങ്ങനെ നിരവധി പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ സ്ക്വയർ ആക്രമിച്ച് നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ യുക്രൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ആ ഒരു സേനാ വിന്യാസം പ്രത്യേകിച്ചും കീവ് കേന്ദ്രമാക്കി 64 കിലോമീറ്റർ നീളമുള്ള റഷ്യൻ സേന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലും അവരുടെ ഒരു നീക്കം അവർ കാണുന്ന വഴിയിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഈ അവിടെ യുക്രൈനിൽ സംഭവിക്കുന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്താം. ഇടവേളയിലേക്ക് നീങ്ങുന്നു. യൂറോപ്പും അമേരിക്കയും യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ടുള്ള ഇടപെടൽ കൂട്ടാനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ബ്രിട്ടനിൽ നിന്ന് സന്നദ്ധ യുദ്ധ സംഘടന യുക്രൈനൊപ്പം ചേരാൻ പുറപ്പെട്ടു. മുൻ സൈനികരും സൈനിക പരിശീലനം ലഭിച്ചവരുമാണ് സംഘത്തിൽ. ഏറെ രക്തം ഒഴുകാതെ യുദ്ധം അവസാനിക്കില്ലെന്ന് അമേരിക്കൻ സെനറ്റർമാർ ആശങ്ക പങ്കുവച്ചു. Does want it back, so let's hope we make it back alive so I can give it back to him. As soon as you get off the train in Ukraine, your life is on the line. You're not guaranteed to make it back. ഇത് ലിയോൺ ഡോസൺ യുക്രൈനിലേക്ക് പുറപ്പെടുന്നത് യുദ്ധം ചെയ്യാനാണ്. സൈന്യത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷേ പരിശീലനം കിട്ടിയിട്ടുണ്ട്. ഒരു സുഹൃത്തിന്റെ പട്ടാളവേഷങ്ങളും ഉപകരണങ്ങളും വാങ്ങിയാണ് യാത്ര. ഡോസൺ തന്നെ പറയുന്നത് പോലെ മടങ്ങി വരുമെന്ന് ഉറപ്പില്ലാത്ത പുറപ്പാടാണ്. ബ്രിട്ടനിലെ യുക്രൈൻ എംബസിക്ക് മുന്നിൽ നിരവധി പേരാണ് ഇങ്ങനെ എത്തുന്നത്. സന്നദ്ധ ഭടന്മാർക്ക് വീസ ഇല്ലാതെ എത്താം എന്ന് ഏറെ ചോരയൊഴുകാതെ യുദ്ധം അവസാനിക്കില്ലെന്നാണ് സെനറ്റർ ലിൻസെ ഗ്രഹാം ഇന്നലെ പറഞ്ഞത്. സെനറ്റർമാർക്കായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ വിശദീകരണ യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. യുക്രൈൻ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വത്തിന് അപേക്ഷിച്ചതും ഒരു മുന്നൊരുക്കമാണ്. നടപടികൾ ഇളവ് ചെയ്ത് യുക്രൈനെ ഉടൻ അംഗമാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അംഗമായാൽ പിന്നെ യുദ്ധത്തിനിറങ്ങാൻ നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും മറ്റു തടസ്സങ്ങളില്ല, പ്രത്യേകിച്ച് പുടിൻ സന്നാഹം കടുപ്പിക്കുമ്പോൾ. വാർ ഡെസ്ക്, ന്യൂസ് 18. യുക്രൈനിൽ നിന്ന് കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തെത്തി. റൊമേനിയ അതിർത്തി വഴി 11 വിദ്യാർത്ഥികളെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. യുദ്ധമുഖത്തു നിന്നും നാട്ടിലെത്തിയതിന്റെ ആശ്വാസം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഉക്രൈനിൽ റൊമാനിയൻ അതിർത്തിയിൽ പഠിക്കുന്നവരെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിച്ചത്. ഡൽഹിയിൽ നിന്ന് രാവിലെ 8:30 വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിച്ചു. ഇവർക്ക് യുദ്ധക്കെടുതി നേരിട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ അതിർത്തി കടക്കാൻ 7 മണിക്കൂറിലധികം കാത്തിരിക്കേണ്ടി വന്നു. അവര് ഇന്ത്യൻസ് ഹെൽപ്പ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കുറെ ഉപദ്രവമൊക്കെ ഇന്ത്യൻ സ്റ്റുഡൻസ് ബോർഡർ കടക്കാൻ നോക്കുമ്പം അവർ ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഹെൽപ്പ് ചെയ്തില്ല പറഞ്ഞുകൊണ്ട്.
ഇല്ല, ഞങ്ങൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ബസ്സിൽ തന്നെയായിരുന്നു. അവിടെ ഇച്ചിരി നേരം ബോർഡറിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 7 hours ബസ്സിൽ തന്നെ നിൽക്കേണ്ടി വന്നു. കുറേ ടൈം അവിടെ നിൽക്കേണ്ടി വന്നു, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ലായിരുന്നു. ഉക്രൈനിൽ മറ്റു മേഖലയിൽ താമസിക്കുന്നവർ പക്ഷേ കടുത്ത ദുരിതത്തിലാണെന്നും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. കാർക്കീവിലും കീവിലും അവിടെ ഉള്ളവർക്കൊക്കെ ഫുഡൊക്കെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അവർക്ക് എല്ലാവരും മെട്രോയിലും ബങ്കറിലൊക്കെയാണ് അവർ ഒളിച്ചിരിക്കുന്നത്. അവർക്ക് 2 റൂമിലൊക്കെയാണ് അവർ എല്ലാവരും കൂടി നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് പ്രൈവസിക്ക് ഒന്നിനും സ്ഥലമില്ല. ഉക്രൈൻ സൈനികർ ഇന്ത്യക്കാരോട് വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറിയതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. യുക്രൈനിലെ മെഡിക്കൽ വിദ്യാർത്ഥി വിഷ്ണു ഐടിയുടെ വിവരങ്ങൾ 4 ദിവസമായി ലഭിക്കുന്നില്ലെന്ന് മാതാപിതാക്കൾ. പാലക്കാട് കൽപ്പാത്തി സ്വദേശിയായ വിഷ്ണു ഡീനിലോ നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ്. 4 മാസം മുൻപാണ് വിഷ്ണു യുക്രൈനിൽ എത്തിയത്. ഹാർക്കിവിൽ സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോഴും ബങ്കറിൽ കഴിയുകയാണ് മലയാളി വിദ്യാർത്ഥികൾ. ആശങ്ക പങ്കുവച്ച് ആദിൽ ഫിറോസ് ഖാൻ. നിലവിൽ ഹാർക്കിവിൽ സ്റ്റുഡൻ്റായിട്ട് എംബസിക്ക് ഒരു കോൺടാക്റ്റും ഇല്ല. എംബസി നമ്മളെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നില്ല. ഇവിടെ പിള്ളേരെ വിളിച്ച എംബസി എടുക്കില്ല. ഇവിടെ ഹെവി ബോംബാർഡിങ് ഷെല്ലിങ് നടന്നുകൊണ്ടിരിക്കുക. രാവിലെ മുതൽ സിറ്റി സെൻറ്ററിൻ്റെ നടുക്ക് വീണു. പിള്ളേരെല്ലാം സ്വന്തം റിസ്കിൽ ടാക്സി വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോവുക, വെസ്റ്റേൺ സൈഡിലോട്ട് പോകാൻ. എംബസി അങ്ങനെ പറയുന്നത്, സ്വന്തം റിസ്കിൽ ട്രെയിനോ ബസ്സോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വെസ്റ്റേൺ സൈഡിലോട്ട് പോകാനാണ് പറയുന്നത്. നമുക്ക് പേടിയാണ്. ടാക്സി വിളിച്ച് പോകുമ്പോൾ ഇതിൻ്റെ ടാക്സി പോകുന്ന വഴിയുടെ നടുക്ക് ഷെല്ലിങ്ങോ ബോംബിങ്ങോ നടന്ന് പൊട്ടി നമ്മൾ മരിക്കുമെന്ന് നമുക്ക് പേടിയാണ്. ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമാണ് ഹാർക്കീവ്, കീവ്, സുമിയൊക്കെ. അവിടുത്തെ പിള്ളേർ ഇപ്പോഴും സ്റ്റേ ആണ് ഇവിടെ. പ്രശ്നമില്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ ഇവാക്യുവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 6ാമത്തെ ദിവസവും നമ്മളിവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഫുഡ് തരാൻ ആരുമില്ല, വെള്ളം തരാൻ ആരുമില്ല. നമ്മൾ ആദ്യത്തെ ദിവസം കളക്ട് ചെയ്ത് വെച്ച കുറച്ച് സാധനം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ എന്തുമാത്രം ഫ്ലാറ്റുകളാണ് ഇവിടെ ബോംബ് ചെയ്ത് കളഞ്ഞെന്നറിയോ? എന്തുമാത്രം ഫ്ലാറ്റ്, എത്ര ആൾക്കാരാണ് മരിക്കുന്നതെന്നറിയോ? നെറ്റിൻ്റെ സ്പീഡ് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈഫൈ ആയിരുന്നു ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വൈഫൈ ഇന്ന് രാവിലെ ആയപ്പോൾ വൈഫൈ കട്ടായിട്ടുണ്ട്. മൊബൈൽ ഡേറ്റ ആണെങ്കിൽ സ്പീഡെന്ന് പറഞ്ഞ സാധനമേ ഇല്ല മൊബൈൽ ഡേറ്റയ്ക്ക്. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പാനിക്കാണ്. എന്തെങ്കിലും പറ്റിയ വീട്ടുകാരെ വിളിക്കാൻ പറ്റില്ലയോ, ആരെങ്കിലും അറിയിക്കാൻ പറ്റില്ലയോ, കുറച്ചുകൂടെ പാനിക്കാണ് ഞാൻ. റഷ്യൻ ദേശീയ ഫുട്ബോൾ ടീമിന് ഫിഫയുടെ വിലക്ക്. ഫിഫയുടെ കീഴിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിൽ നിന്നുമാണ് റഷ്യൻ ടീമുകളെയും ക്ലബ്ബുകളെയും അനിശ്ചിതകാലത്തേക്ക് വിലക്കിയത്. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് ഫിഫ അറിയിച്ചു. ഖത്തർ ലോകകപ്പിന് യോഗ്യത നേടാൻ റഷ്യ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് തയ്യാറാകുന്നതിനിടെ വന്ന നടപടി റഷ്യയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ജൂണിൽ നടക്കാനിരിക്കുന്ന വനിതാ യൂറോ കപ്പിലും റഷ്യൻ ടീമിന് പങ്കെടുക്കാനാകില്ല. CPM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. CPM പ്രവർത്തന റിപ്പോർട്ടിൽ ജി സുധാകരന് തല്ലും തലോടലും. ജി സുധാകരനെതിരായ നടപടി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി CPM. ജി സുധാകരൻ അനുഭവ സമ്പത്തുള്ള നേതാവാണ്, അതുകൊണ്ടാണ് പാർട്ടി തിരുത്തിയത്. ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലെ ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നിക്ഷേപങ്ങൾ സ്വീകരിക്കലും വികസനവും പ്രധാന ലക്ഷ്യമെന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. പാർട്ടി നയത്തിനനുസരിച്ച് നിക്ഷേപം സമാഹരിക്കുമെന്നും വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മൾ നമ്മുടെ വഴികൾ കണ്ടെത്തണം, നമ്മുടെ നിലവിലുള്ള സാധ്യതകളെ വിപുലപ്പെടുത്തണം. ഇതെല്ലാം ചെയ്യാതിരുന്നാൽ കേരളം പിന്തള്ളപ്പെടും. പുതിയ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് വരേണ്ടത് ആവശ്യമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ നിലയിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് CPIMന്റെ നിലപാടുണ്ട്. CPIMന്റെ പാർട്ടി കോൺഗ്രസുകൾ ചർച്ച ചെയ്ത് സംസ്ഥാനങ്ങളിലെ അധികാരത്തിലേക്ക് വരുമ്പോൾ പുതിയ നിക്ഷേപങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു പുതിയ സാഹചര്യത്തെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. ആ പൊതു കാഴ്ചപ്പാട് എന്നുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത്. CPM സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിക്ക് ജി സുധാകരന്റെ കത്ത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രിക്കുമാണ് കത്ത് നൽകിയത്. തെരഞ്ഞെടുപ്പിന് ശേഷവും സമ്മേളന കാലയളവിലുമായാണ് കത്ത് നൽകിയത്. CPMന്റെ സമീപകാല ചരിത്രത്തിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഉയർന്നുകേട്ട പേരാണ് ജി സുധാകരന്റേത്. സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കത്തിലും അദ്ദേഹം സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം.
ജില്ല കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തിക്കണമെന്നും സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് ജി സുധാകരൻ ആദ്യ കത്ത് നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2021 ഏപ്രിൽ 27 പിന്നീട് അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ജി സുധാകരന് നേരെയുള്ള സംഘടനാ നടപടിയടക്കം വലിയ വിവാദങ്ങൾ സിപിഎമ്മിനുള്ളിൽ നിന്നും ഉയർന്നു. ജില്ലയിൽ സുധാകരൻ പിന്തള്ളപ്പെടുകയും പുതിയ നേതൃത്വം മേൽക്കൈ നേടുകയും ചെയ്തു. ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആദ്യ കത്ത് എവിടെയും ചർച്ച ചെയ്യപ്പെടാതെ പോയി. സംഘടനാ നടപടിക്ക് ശേഷവും ഏറ്റവും ഒടുവിൽ നടന്ന ജില്ലാ സമ്മേളന കാലയളവിലും താൻ തന്നെ വീണ്ടും ചർച്ചയുടെ കേന്ദ്രബിന്ദുവായതോടെയാണ് ഒഴിവാക്കണമെന്ന ആവശ്യം വീണ്ടും സുധാകരൻ ഉന്നയിച്ചത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും കോടിയേരി ബാലകൃഷ്ണനെയും കണ്ടു. 2 തവണയും സംസ്ഥാന സമിതിയിൽ തുടരണമെന്ന നിർദ്ദേശമാണ് നേതൃത്വത്തിന്റെയും പ്രത്യേകിച്ച് കോടിയേരിയുടെയും ഭാഗത്തുനിന്ന് സുധാകരന് ലഭിച്ചിട്ടുള്ളതെന്നാണ് സൂചന. താൽപര്യമറിയിച്ചെങ്കിലും നേതൃത്വമെടുക്കുന്ന തീരുമാനം സുധാകരൻ തള്ളാൻ സാധ്യതയില്ല. അതേസമയം സുധാകരനെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കാനായി ആലപ്പുഴയിൽ നിന്നുള്ള മറുവിഭാഗം ശക്തമായ നീക്കം നടത്തുന്നുണ്ട്. ഔദ്യോഗിക രേഖകളിൽ 75 സുധാകരന്റെ രേഖപ്പെടുത്തിയ പ്രായമെങ്കിലും 75 തികയാത്ത സുധാകരൻ ഇത്തവണയും സംസ്ഥാന സമിതിയിൽ തന്നെ തുടരാനാണ് സാധ്യത. VSന്റെ അസാന്നിധ്യം വാർത്ത സൃഷ്ടിച്ച എറണാകുളം സമ്മേളനത്തിൽ ആദ്യ ദിനത്തിൽ വാർത്തയായത് ആലപ്പുഴയിൽ നിന്നുള്ള മറ്റൊരു നേതാവെന്നതും കൌതുകമാകുന്നു. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം മറൈൻ ഡ്രൈവിലെ സമ്മേളനവേദിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി. കോവിഡ് മാനദണ്ഡങ്ങളും ഹരിത പ്രോട്ടോക്കോളും പാലിച്ചാണ് ബലിതർപ്പണം. പുഴയോരത്തെ ബലിത്തറകളുടെ നിർമ്മാണം പൂർത്തിയായി. ഡാനിപ്പോളിന്റെ റിപ്പോർട്ടിലേക്ക്. 2 വർഷത്തിനു ശേഷമാണ് വളരെ സജീവമായിട്ട് തന്നെ ശിവരാത്രി അതിൻ്റെ ഒരു ആഘോഷങ്ങളും ഒപ്പം തന്നെ അമാവാസി ദിവസത്തെ വളരെ പ്രത്യേകതയാർന്ന പിതൃതർപ്പണ ചടങ്ങുകൾ, പിതൃമോക്ഷത്തിനായുള്ള തർപ്പണ ചടങ്ങുകളടക്കം നടക്കുന്നത്. കഴിഞ്ഞ 2 വർഷവും വലിയ രീതിയിലുള്ളൊരു സജീവതയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇക്കുറി വലിയ രീതിയിൽ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. കാരണം കോവിഡിൻ്റെ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞ ഒരു പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് ശിവരാത്രി ആഘോഷങ്ങൾക്ക്, അത് പഴയ രീതിയിൽ തന്നെ ശിവരാത്രി ആഘോഷങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ മണപ്പുറം പരിസരവും എല്ലാം തന്നെ വളരെ സജീവമായിരിക്കുന്നു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മറ്റും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിരവധിയായ ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് ശിവരാത്രി ആഘോഷം അതിൻ്റെ ആ ദിവസങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് പിറ്റേന്ന് പുലർച്ചെ അമാവാസി നാളിൽ പിതൃമോക്ഷങ്ങൾക്കായി ബലിതർപ്പണ ചടങ്ങുകൾക്ക് വേണ്ടി എത്തിയിട്ടുള്ളവർ ഇവരെല്ലാവരും തന്നെ ഈ ഉറക്കമൊളിച്ചുകൊണ്ട് ഇവിടെ ഈ ക്ഷേത്ര പരിസരത്ത് ക്ഷേത്ര സന്നിധിയിൽ തന്നെ കാത്തിരുന്ന് പിറ്റേന്ന് രാവിലെ പിതൃമോക്ഷ ചടങ്ങുകൾക്കായി ബലിതർപ്പണം നടത്തി മടങ്ങുകയാണ് ഈ ശീലം. അമ്മ, ഇതിൽ ചടങ്ങിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി എത്തിയത്? ചടങ്ങിൽ പങ്കെടുക്കുന്നത് രാവിലെ 12 മണിക്ക് കഴിഞ്ഞ ശേഷമാണ് പങ്കെടുക്കുന്നത്. അത് പിന്നെ നേരത്തെ ഞങ്ങൾ വന്നൊന്നുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനിയിപ്പോ ചിലവര് ബലി ഇടണത് ഇപ്പൊ ഇടണവരൊക്കെ ഉണ്ടാവില്ല. അത് വീട്ടിൽ തിരിച്ചു പോകാനുള്ള അവസരമാണത്. പിന്നെ ഈ ഇവിടെ കൂടി നിൽക്കുന്നവരെല്ലാവരും ചിലപ്പോൾ സന്ധ്യ 12 മണി കഴിഞ്ഞ ശേഷമേ ബലിയിടുള്ളൂ. വാർത്തകൾ തുടരും, ഇടവേളയ്ക്ക് ശേഷം.